ഹലോ, നമുക്ക് ഈസി ആയിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 വലിയ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പാല് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് പിന്നീട് അത് ചെയ്യുക. ഇനി പാല് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി, കുഴപ്പമില്ല. ചേരുവകളെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് 4 ഏത്തപ്പഴം വേണം. നന്നായിട്ട് പഴുത്ത പഴമാണ്. അത് ഒരു 3 4 ആയിട്ട് നീളത്തിൽ ചീന്തിയെടുക്കുക. ചൂടായ പാനിലേക്ക് നമുക്കിനി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ച് പഴം ഒന്ന് വാട്ടിയെടുക്കണം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പഴത്തിൻ്റെ പീസ് ഓരോന്നായിട്ട് അതിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഈ പഴം മുഴുവനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം കോരിയിട്ട് അടുത്ത സ്റ്റിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഒന്നിച്ച് ചേർക്കാൻ പറ്റിയിട്ടില്ല, 2 ഘട്ടമായിട്ട് ചെയ്യാം. നമുക്കിതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കാഷ്യൂ, കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മുഴുവനായിട്ട് കോരിയെടുക്കുക. അതിനുശേഷം ഞാൻ ഒരു സ്പൂണിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ബ്രൗൺ നിറമൊന്നും വേണ്ട, ഒന്ന് തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ, അത്രയും മതി. തേങ്ങ നന്നായിട്ടുള്ള കുറച്ച് റോസ്റ്റായി വരുന്നുണ്ട്. ഇനി നമുക്കതിൽ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട അടിച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു കോഴിമുട്ട ഒന്ന് ചെറുതായിട്ട് അടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടായ ശേഷം തേങ്ങയിലേക്ക് കൂട്ടി കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പാനിലേക്ക് തന്നെ നമുക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിച്ച് കൊടുക്കുക. നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങയും കശുവണ്ടിയും ഈ ഉണക്കമുന്തിരി എല്ലാം കൂടെ ഇതിലേക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിലേ ചേർക്കാവേ, കുറച്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇത്രയും മതിയാവും. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഈ ബാറ്ററിൽ കുറച്ച് പഞ്ചസാര ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല. അതിന് ശേഷം നമ്മൾ വാട്ടി വെച്ച് പഴത്തിൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് പഴുത്ത പഴമാണ്, അതുകൊണ്ടാണ് മുറിഞ്ഞൊക്കെ പോയത്. ഈ കൂട്ട് നമുക്ക് കുറച്ച് പഴത്തിൻ്റെ മുകളിലായിട്ടും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മേലേക്കൊന്ന് മറിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒഴിവുള്ള ഭാഗത്ത് വീണ്ടും നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് നെയ്യ് ചേർക്കണേ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതെല്ലാം ചെറിയ തീ ചെയ്യണം, ഫ്ലെയിം കൂട്ടരുത്. ഈ ഭാഗത്ത് നമുക്ക് അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും മുട്ടയിലും കൂടിയുള്ള കൂട്ടും വെച്ചിട്ട് അതിൻ്റെ മേലെ പഴത്തിൻ്റെ കഷ്ണം ഇങ്ങനെ നിരത്തി കൊടുക്കാം. നമുക്ക് ആ ഭാഗത്തുനിന്ന് അതൊന്ന് മറിച്ചിങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ നിൽക്കും. നമ്മളുണ്ടാക്കിയ സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്.
ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.